السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فاتقوا الله عباد الله وكونوا مع الصادقين. يقول الله عز وجل: أعوذ بالله من الشيطان الرجيم. إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ച സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. ഇന്നല്ലദീന ഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. തീർച്ചയായും തങ്ങളുടെ റബ്ബിനെ പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവരാണ് ആ മുഅ്മിനുകൾ. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ കൂടിയാണവർ. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. തങ്ങളുടെ റബ്ബിനോട് പങ്കു ചേർക്കാത്തവരുമാണ് അവർ. വല്ലദീന യുഅ്തൂന മാ ആതവ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിലേക്ക് തങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയമുള്ളതോടുകൂടി തങ്ങൾ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരുമാണവർ. അങ്ങനെയുള്ള മുഅ്മിനുകൾ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവരത്രേ നന്മകളിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവർ. വഹും ലഹാ സാബിഖൂൻ. അവരത്രേ അവയിൽ മുമ്പേ ചെന്നെത്തുന്നവരും. സൂറത്തുൽ മുഅ്മിനൂൻ 57-ാമത്തെ ആയത്ത് മുതൽ 61-ാമത്തെ ആയത്തുകൾ കൂടിയുള്ള ഈ മഹത്തായ വചനങ്ങൾ നാം ഓരോരുത്തരുടെയും കാതുകളിൽ മുഴങ്ങിയതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലും മുഴങ്ങേണ്ടതായ വളരെ അത്യന്താപേക്ഷിതമായ വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതിക്കേൾപ്പിച്ചത്. അതേ, മുഅ്മിനുകളുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി, അവരുടെ സവിശേഷതകളെപ്പറ്റി, അവരും അല്ലാഹുവുമായുള്ള ബന്ധത്തെപ്പറ്റി, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി, അല്ലാഹു വിരോധിച്ചിട്ടുള്ള ശിർക്കിനെപ്പറ്റി അവരെ ഓർമ്മപ്പെടുത്തുമ്പോഴൊക്കെ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാൽ ഇവയെല്ലാം കൂടുതൽ അല്ലാഹുവിനോട് അടുത്ത് അവൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കുകയും അവൻ്റെ നിരോധനകൾ പാടെ വർജിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് പ്രഥമദൃഷ്ട്യാ സത്യവിശ്വാസികളായ മുഅ്മിനുകൾക്കുള്ളത്. ഈ അടിസ്ഥാനപരമായ ഘടകങ്ങൾ വെച്ചുകൊണ്ടാണ്
അല്ലാഹു തആല മൂമിനുകൾക്ക് തൗഹീദ് നൽകിയതുപോലെ തന്നെ അടിസ്ഥാനപരമായി ഇബാദത്തുകളും നിർബന്ധമായ ബാധ്യതയായി കടമയായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അടിസ്ഥാനപരമായി തൗഹീദിന്റെ അടിത്തറ, അതിൻ്റെ ആണിക്കല്ല് ഇളക്കിക്കളയുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്ന ഭീകരമായ വൈറസുകളെക്കുറിച്ച് അല്ലെങ്കിൽ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതും ഇബാദത്തിനെ നശിപ്പിക്കുകയും ഇബാദത്തിൻ്റെ ഫലങ്ങളെ നശിപ്പിക്കുകയും തൗഹീദിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതെ, ഇബാദത്തുകളില്ലാതെ തൗഹീദ് ശരിപ്പെടുവാനോ തൗഹീദില്ലാതെ ഇബാദത്തുകൾക്ക് പൂർത്തീകരണമുണ്ടാക്കുവാനോ ആർ പരിശ്രമിക്കുന്നുവോ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല, പരാജയപ്പെടുക തന്നെയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇബാദത്തുകളുമായി മുന്നേറാൻ നേരത്തെ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറുന്നവരാണവർ എന്ന് സത്യവിശ്വാസികളെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, ഇബാദത്തുകളിൽ അവർ കണിശത പുലർത്തുകയും ഇബാദത്തുകളെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണവർ. അങ്ങനെ സദാസമയവും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടി വരുമ്പോൾ അവർ അള്ളാഹുവിനെ ഭയപ്പെടുകയും ഇബാദത്തിൻ്റെ എല്ലാവിധ ഘടകങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പരിപൂർണമാക്കുവാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇബാദത്തിന് പ്രചോദനമേകുന്ന, അതല്ലെങ്കിൽ അതിന് പ്രേരണയേകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ അള്ളാഹു പറയുകയുണ്ടായി. പ്രത്യേകിച്ച് അമ്പിയാക്കന്മാരെയും മുർസലുകളെയും കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ സംസാരിക്കുന്ന മധ്യേ സക്കരിയ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും കുടുംബത്തെയും ഒക്കെ പരാമർശിക്കുന്നിടത്ത് പറഞ്ഞു, സൂറത്തുൽ അംബിയായിലെ 90-ാമത്തെ ആയത്തിൽ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, തീർച്ചയായും പ്രവാചകന്മാർ ഉത്തമ കാര്യങ്ങൾക്ക് ധൃതി കാണിക്കുന്നവരാണ്. വയദ്ഊനനാ റഗബൻ വറഹബ, പേടിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആശിച്ചുകൊണ്ടും അവർ നമ്മോട് പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നവരാണ്. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മോട് താഴ്മ കാണിക്കുന്നവരുമാണ്. അള്ളാഹുവിൻ്റെ മുർസലീങ്ങളെക്കുറിച്ച് പറഞ്ഞിടത്താണ് ഇത് സൂചിപ്പിച്ചിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് ആശിക്കുകയും ആ ഇബാദത്തുകൾ നശിക്കേണ്ടി വരുമ്പോൾ, ബാത്തിലാകേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഫലം ശൂന്യമാകേണ്ടി വരുമ്പോഴുള്ള ദുഃഖകരമായ ഒരവസ്ഥയെ ഓർത്ത് അതിനാലുള്ള ശിക്ഷയെ ഭയപ്പെട്ട് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്ന സവിശേഷതകളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ. ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും സൂറത്തുൻ നഹലിൽ 50-ാമത്തെ ആയത്തിൽ കാണാം, മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സദാസമയവും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു കാര്യത്തിലും അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയോ അവൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യാത്തവരാണ്. ഒരിക്കലും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് അവർക്ക് ഭയക്കേണ്ടതില്ല. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോഴാണല്ലോ ശിക്ഷയെക്കുറിച്ച് അവർക്ക് ഭയമുണ്ടാവുക. എന്നിട്ടും അള്ളാഹു ആ മലക്കുകളെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർക്ക് മീതെയുള്ള അവരുടെ റബ്ബിനെ അവർ ഭയപ്പെടുന്നു, അവർ കൽപ്പിക്കപ്പെടുന്നതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ രൂപത്തിൽ അമ്പിയാക്കന്മാരും മുർസലുകളും മലക്കുകളുമൊക്കെ ഇബാദത്ത് ചെയ്യുന്ന കാര്യം വരുമ്പോൾ അങ്ങേയറ്റം ഭയപ്പാട് കാണിക്കുകയും അതിലെന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുമോ എന്ന് ഖേദിക്കുകയും ചെയ്യുന്ന
സവിശേഷതകൾ ഉള്ളവരാണെന്ന് നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ സത്യവിശ്വാസികളായ നാം എത്രമാത്രം ഗൗരവത്തോടുകൂടി അതെടുക്കുകയും ഇബാദത്ത് ചെയ്യേണ്ട ഘട്ടം വരുമ്പോൾ ആ ഇബാദത്തിനെ കുറിച്ച് പഠിക്കുകയും പഠനം നടത്തുകയും അതെങ്ങനെ പൂർത്തീകരണത്തോടുകൂടി ചെയ്യാം, അല്ലെങ്കിൽ അത് നിഷ്ഫലമാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം എന്ന് ഗൗരവത്തോടുകൂടി പഠിക്കുകയും അത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് ആ ഭയം പ്രകടിപ്പിക്കുകയും മനസ്സിൽ ആ ഇബാദത്ത് അവസാനിക്കുന്നത് വരെ ആ ഒരു ചിന്ത സത്യവിശ്വാസികളെ സദാസമയവും അലട്ടിക്കൊണ്ടിരിക്കുകയും വേണം. അങ്ങനെയുള്ള ഇബാദത്ത് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ 5 തരത്തിലാണ് ഇബാദത്തുകൾ ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന തരത്തിലുള്ള ഇബാദത്തുകൾ, 2 ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ, 3 ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ, 4 ധനം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ, 5 ഈ 4 ഇബാദത്തുകളും യോജിച്ചു വരുന്ന സംയോജിതമായ ഇബാദത്തുകൾ. ഇങ്ങനെ 5 തരത്തിലുള്ള ഇബാദത്തുകളാണ് പരിശുദ്ധ ഖുർആനിലും തിരുചര്യയിലും നമുക്ക് കാണാൻ കഴിയുക. ഈ ഇബാദത്തുകളെ വേർതിരിക്കുകയും ഓരോ തരത്തിലും ഇബാദത്തുകൾ വരുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് അതിൻ്റെ അഹ്കാമുകൾ, വിധികളും വിലക്കുകളും, അത് പൂർത്തീകരണത്തിന് ആവശ്യമായ കാര്യങ്ങളും ഷർത്തുകളും വാജിബാത്തുകളും അർക്കാനുകളും മനസ്സിലാക്കുന്നത് പോലെ തന്നെ അത് ബാത്തിലാക്കുന്ന മുബത്തിലാത്തുകളും പഠിക്കൽ നിർബന്ധമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരും മലക്കുകൾ പോലും അള്ളാഹുവിനോട് ഈ ഭയം കാണിക്കുന്നത്. അവർക്ക് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ, ഇബാദത്തുകളിൽ എന്തെങ്കിലും പാളിച്ചകളോ വിള്ളലുകളോ സംഭവിക്കുമോ എന്ന പേടി. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും പരിശോധിക്കാം. നാവ് കൊണ്ട് ഉള്ള ഇബാദത്തുകളെ കുറിച്ച് ഒരു ചെറിയ ശ്രദ്ധ ക്ഷണിക്കൽ ഞാൻ നടത്തുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. അദ്ദഅവതു ഇലല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിൽ 33-ാമത്തെ ആയത്തിൽ പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഞാൻ അള്ളാഹുവിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ യഥാവിധി അനുസരിക്കുകയും ചെയ്യുന്ന മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരാളുടെ വാക്കിനേക്കാൾ ഏറ്റവും മേന്മയുള്ള വാക്ക് ആരുടേതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ചോദ്യ രൂപത്തിൽ ചോദിക്കുകയാണ്. ഇവിടെ അള്ളാഹു കൽപ്പിച്ചതുപോലെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കൽപ്പിച്ചതുപോലെ അവൻ്റെ ചര്യകൾ മുറുകെ പിടിക്കുകയും അള്ളാഹുവിൻ്റെ വചനങ്ങൾ നാവ് കൊണ്ട് ഉച്ചരിക്കുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങൾ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ ആ ദഅവത്തിനെ കുറിച്ചാണ്, അഥവാ നാവ് കൊണ്ടുള്ള ഉത്ബോധനത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. അതൊരു വലിയ ഇബാദത്താണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ ആയത്തിൽ കാണാം, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദ അൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചു കൊണ്ടിരിക്കുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നിന്റെ റബ്ബ് തൻ്റെ മാർഗം വിട്ട് പിഴച്ചുപോയവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ്. അതുപോലെ തന്നെ സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും നല്ലവണ്ണം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇവിടെ സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മം കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന, സതുപദേശം നൽകുന്ന ആളുകളെക്കുറിച്ച് അവരുടെ നാവ് കൊണ്ട്, അവരുടെ വാക്ക് ചാതുര്യം കൊണ്ട്
അവരുടെ ഹിക്മത്ത് കൊണ്ട് ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നത് നാവ് കൊണ്ടുള്ള ഒരു ഇബാദത്ത് കൂടിയാണ്. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇബാദത്താണ് നാവ് കൊണ്ടുള്ളത്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. അള്ളാഹു പറയുന്നു സൂറത്തുൻ നഹ്ലിൽ 98-ാമത്തെ ആയത്തിൽ, ഫഇദാ ഖറഅ്തൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. എപ്പോഴൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുന്നു, ആ തുടങ്ങുമ്പോഴൊക്കെ പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടേണ്ടതുണ്ട്. കാരണം അത് നാവ് കൊണ്ടുള്ളൊരു ഇബാദത്താണ്. ആ പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്യങ്ങളാണ്. അതൊരിക്കലും അതിൽ ബാത്തിൽ ചേരുകയില്ല, കളവ് ചേരുകയില്ല, ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങൾ അതിൽ ചേരുകയില്ല. മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള വാക്കുകളും വാക്യങ്ങളുമായതുകൊണ്ട് അതിൻ്റെ പവിത്രതയെയും പരിശുദ്ധതയെയും ഒരിക്കലും പിശാച് പിടികൂടുവാനോ കലർപ്പുണ്ടാക്കുവാനോ അവന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന നാം അനുസരിക്കേണ്ട ബാധ്യതയായി തീർന്നിരിക്കുകയാണ്. സൂറത്തുൽ മുസ്സമ്മിൽ 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് പോലെ, ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ഇബാദത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ ഉരുവിടുന്ന ഓരോ വാക്കുകളും അക്ഷരങ്ങളും മഹാപ്രതിഫലം നൽകുന്ന മഹത്തായ ഒരു ഇബാദത്ത് കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നാവിൻ്റെ മറ്റൊരു ഇബാദത്താണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത്. അള്ളാഹു പറയുന്നു സൂറത്തുൽ അറാഫിൽ 150-ാമത്തെ ആയത്തിൽ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അള്ളാഹുവിന് ഏറ്റവും മനോഹരമായ പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. അവൻ്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിൻ്റെ പ്രതിഫലം അവർക്ക് വഴിയെ നൽകപ്പെടുക തന്നെ ചെയ്യും. അതെ, മറ്റൊരായത്തിൽ കൂടി സൂറത്ത് ഗാഫിറിൽ 60-ാമത്തെ ആയത്തിൽ കൂടി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, വഖാല റബ്ബുക്കും ഉദ്ഉനി യസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് നാവ് കൊണ്ട് പ്രാർത്ഥന, ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആയതുകൊണ്ട് അത് ഇബാദത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, നാവ് കൊണ്ടുള്ള ഒരു ഇബാദത്താണ്. നാവ് കൊണ്ടുള്ള മറ്റൊരു ഇബാദത്ത് ദിക്റുകളാണ്. ദിക്റിന് രണ്ടർത്ഥമാണ്. ഒന്ന്, അള്ളാഹുവിനെ സ്മരിക്കുക, ഓർക്കുക എന്നാണ്. ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഓർക്കുക. അതുപോലെ നാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റുകളും അള്ളാഹുവിൻ്റെ അവൻ നിശ്ചയിച്ചു തന്നിട്ടുള്ള അദ്കാറുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ, തസ്ബീഹുകളൊക്കെ നിരന്തരമായിക്കൊണ്ട് നമ്മുടെ നാവ് എപ്പോഴും അത് ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് അള്ളാഹു നിശ്ചയിച്ച സമയത്താകണം, നിശ്ചയിച്ച രൂപത്തിലാകണം, നിശ്ചയിച്ച എണ്ണത്തിലാകണം. ഈ 3 കാര്യത്തിൽ കണിശത വേണം. ഇല്ലെങ്കിൽ ആ ദിക്റുകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഈ കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു, ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു. അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളെ പറ്റി പരാമർശിച്ചിടത്ത് സൂറത്ത് ആൽ ഇംറാനിൽ 191-ാമത്തെ ആയത്തിൽ, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവരുടെ പാർശ്വങ്ങളിലുമൊക്കെ, ഉറങ്ങാൻ കിടക്കുമ്പോഴുമൊക്കെ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചത് കാണാം, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ നാവ് കൊണ്ടുള്ള ദിക്റുകളാണ്
തസ്ബീഹും തക്ബീറും അഥവാ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ വാഴ്ത്തുന്ന, അവനെ പുകഴ്ത്തുന്ന, അവനെ പ്രകീർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള ദിക്റുകളുമൊക്കെ ഈ നാവ് കൊണ്ടുള്ള ഇബാദത്തുകളിൽപ്പെട്ടത് തന്നെയാണ്. അതിൻ്റെ നിയമം എന്തെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാനുള്ള അവൻ ഇഷ്ടപ്പെട്ട, അവൻ നിശ്ചയിച്ച് നിയമമാക്കി തന്ന സമയത്തും സന്ദർഭത്തിലും എണ്ണത്തിലുമൊക്കെ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിൻ്റെ ദിക്റുകൾ ഉരുവിടുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇങ്ങനെ നാവ് കൊണ്ട് പറയേണ്ടുന്ന ഇബാദത്തുകളിൽ സമയബന്ധിതമായ ചിലതുണ്ട്, ചില കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ പറയേണ്ടതുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. സമയബന്ധിതമായി പറയേണ്ട, നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട ഇബാദത്തുകൾ നോക്കൂ. നമ്മുടെ പള്ളികളിൽ 5 വക്ത് ഉയരുന്ന ബാങ്കുണ്ടല്ലോ, അദാൻ. ആ അദാൻ ഒരു നിശ്ചിത സമയത്ത് പറയേണ്ടുന്ന ദിക്റുകളാണ്. ഇത് നമസ്കാരം സമയം ആസന്നമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കലാണ്. അതുകൊണ്ടാണ് മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇദാ ഹളറത്തിസ് സ്വലാഹ് ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും. നമസ്കാരത്തിന്റെ സമയമായാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ബാങ്ക് വിളിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഒരാൾ നമസ്കാരത്തിന്റെ സമയമാകാതെ അസമയത്തൊരാൾ ബാങ്ക് വിളിച്ചു, എന്നാൽ ആ ബാങ്ക് ഇബാദത്തായി എണ്ണപ്പെടുകയില്ല. കാരണം ആ ബാങ്കിന് അല്ലാഹു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സമയത്ത് മാത്രമേ ബാങ്ക് വിളിച്ചാൽ അതൊരു ഇബാദത്താവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അതിന് ഇബാദത്ത് എന്ന് പറയുകയില്ല. മാത്രമല്ല, ആ ഇബാദത്ത് ബിദ്അത്തായി മാറുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കാത്ത സമയത്ത്, കൽപ്പിക്കാത്ത രൂപത്തിൽ അയാൾ ബാങ്ക് വിളിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയോ പിൻപറ്റുകയോ ചെയ്യാതെ തന്നിഷ്ടം സ്വന്തമായ ഒരു ഇബാദത്ത് കൃത്രിമമായ സമയത്ത് ഉണ്ടാക്കി. അതുകൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല, അത് ഇബാദത്തായി പരിഗണിക്കുകയുമില്ല. അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് വേണം, നിശ്ചയിച്ച രൂപത്തിൽ വേണം, നിശ്ചയിച്ച എണ്ണത്തിൽ വേണം, നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് വേണം. ഇങ്ങനെ നിബന്ധനകൾക്കും സമയബന്ധിതമായും പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇബാദത്തുകൾ നാവ് കൊണ്ടാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയുള്ളൂ. ഇനി നാവ് കൊണ്ടുള്ള ചില ഇബാദത്തുകൾ കാരണങ്ങൾക്ക് വിധേയമാണ്. ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ ഇബാദത്തുകൾ നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ അത് ഇബാദത്തായി പരിഗണിക്കുകയുള്ളൂ. ഉദാഹരണം നോക്കൂ. കുടിക്കുമ്പോഴും തിന്നുമ്പോഴുമൊക്കെ, കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിന്നു കഴിഞ്ഞാൽ ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അത് കുടിക്കുന്നതിന് മുമ്പോ തിന്നുന്നതിന് മുമ്പോ ഉച്ചരിക്കാൻ പാടുള്ളതല്ല, അത് സ്വീകരിക്കുകയുമില്ല. ഇതുപോലെ തന്നെ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ഷഹാദ ഉച്ചരിക്കണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വുളൂ കഴിഞ്ഞാലുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒരാൾ വുളൂ കഴിഞ്ഞതിന് ശേഷം പറയുന്നതിന് പകരം വുളൂ ചെയ്യുന്നതിന് മുമ്പ് അയാൾ അത് പറയുകയാണെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം അത് ഇബാദത്ത് കാരണം ഉടയ ഇബാദത്താണ്. അഥവാ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ ചെയ്തു കഴിയുന്നത് ആ കഴിയുന്ന സമയത്ത് മാത്രമേ വുളൂ ചെയ്യുക എന്ന കാരണം മൂലം ആ ദുആ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കിയിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഭക്ഷണം കഴിക്കുവാനും കുടിക്കുവാനുമൊക്കെ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറയണം. അത് അവസാനിച്ചാലല്ല പറയേണ്ടത്, തുടക്കത്തിലാണ് പറയേണ്ടത്. ഇതുപോലെ തന്നെ വുളൂ ചെയ്യുന്നതിന് മുമ്പും ബിസ്മില്ലാഹ് എന്ന് പറയണം. അത് വുളൂ ചെയ്ത് കഴിഞ്ഞാലല്ല. അപ്പോൾ ഓരോന്നിനും ഓരോ കാരണങ്ങൾ സംഭവിക്കുമ്പോൾ ആ കാരണത്തിൻ്റെ തുടക്കത്തിൽ എന്താണോ നിശ്ചയിക്കപ്പെട്ടത് ദിക്റുകൾ, ആ സമയത്താണ് അത് ഇബാദത്തായി അത് അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അത് ശേഷം ചെയ്യേണ്ടത് ശേഷം ചെയ്യണം, മുമ്പ് ചെയ്യേണ്ടത് മുമ്പ് ചെയ്യണം. അങ്ങനെ ഖബ്ലിയും ബഅദിയുമായ ഇബാദത്തുകൾ നാവ് കൊണ്ട് പറയുമ്പോൾ പോലും ഈ വക കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചെങ്കിൽ മാത്രമേ ഇബാദത്തിൻ്റെ പരിധിയിൽ അത് വരികയുള്ളൂ. അല്ലാത്ത പക്ഷം അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇതുപോലെ തന്നെ
പകലും രാത്രിയുമായിക്കൊണ്ട് നാവ് കൊണ്ടുള്ള ചില ഇബാദത്തുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വേറൊരു ഹദീസിൽ കാണാം യുഹ്യീ വയുമീത് എന്നുകൂടിയുണ്ട്. ഇങ്ങനെ ചെല്ലുന്ന ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. ഒരു ദിവസം ഒരാൾ 100 പ്രാവശ്യമെങ്കിലും ചൊല്ലേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് രാത്രിയും പകലുമൊക്കെ 100 പ്രാവശ്യം പറയേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ട രാവും പകലും നിശ്ചയിച്ച എണ്ണം ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ ആ എണ്ണത്തിന് പ്രത്യേകമായി അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം എന്തുണ്ടോ ആ പ്രതിഫലം അപ്പോൾ മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു നിശ്ചിത എണ്ണം, അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയം, അതുപോലെ തന്നെ ഒരു നിശ്ചിത രൂപം, ഇതെല്ലാം നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട ഇബാദത്തുകൾക്ക് അള്ളാഹു തആല നിശ്ചയിച്ച, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഖുർആൻ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സഹിയായ ഹദീസുകൾ, സ്ഥിരപ്പെട്ട ദലീൽ, സ്ഥിരപ്പെട്ട തെളിവുകൾ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും അത് അനുവദിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വിദേഹത്തിന്റെ മേഖലയിലാണ് വരിക, ഒരിക്കലും തന്നെ അത് ഇബാദത്തായി പരിഗണിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു തആല നിശ്ചയിച്ച സമയം, നിശ്ചയിച്ച രീതി, നിശ്ചയിച്ച ദിക്ർ, നിശ്ചയിച്ച എണ്ണം, നിശ്ചയിച്ച സമയം, നിശ്ചയിച്ച കാരണം, ഇതെല്ലാം അതതിൻ്റെ സമയത്ത് ചെയ്താൽ മാത്രമേ അള്ളാഹു തആല നിശ്ചയിച്ച കൂലി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ രൂപത്തിൽ നാം ദിക്റുകളെ പറ്റി പറയുന്നിടത്ത് മനസ്സിലാക്കുമ്പോൾ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ പരിസരങ്ങളിലൊക്കെയുള്ള മുസ്ലിം പള്ളികളിൽ ആളുകൾ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ച് അവിടെ ഹാജരാക്കുമ്പോൾ അവർ കിട്ടുന്ന സമയത്തൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് അവിടെ സ്വന്തമായ നിലക്ക് ചില ദിക്റുകളും ചില ദുആകളും ചില പ്രത്യേക തരത്തിലുള്ള തസ്ബീഹുകളും അദ്കാറുകളുമൊക്കെ ഉണ്ടാക്കി സ്വന്തം നിർമ്മിച്ച്, അത് അള്ളാഹുവിൻ്റെ കിതാബിലുമില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുമില്ല. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതിനൊരു പ്രത്യേക രൂപവും പ്രത്യേക എണ്ണവും പ്രത്യേക സമയവും പ്രത്യേക കാരണവുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിർവഹിക്കുന്നതായി നാം കാണുന്നു. അങ്ങനെ നിർവഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ആ സമയത്ത് അല്ലാഹു തആല നിശ്ചയിച്ച ദിക്റുകളോ ദുആകളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച ദിക്റുകളോ ദുആകളോ ചൊല്ലാൻ കഴിയാതെ വരുന്നു. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച ഒരു ചര്യ, പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ഒരു ചര്യ, ആ ചര്യയെ കുഴിച്ചു മൂടിക്കൊണ്ട് മാത്രമേ ഒരു ബിദ്അത്തായ ദുആയും ഒരു ബിദ്അത്തായ ദിക്റും ഒരു ബിദ്അത്തായ തസ്ബീഹും ഒരു ബിദ്അത്തായ രൂപത്തിൽ കൂട്ടം കൂടിയിരുന്നു കൊണ്ട് ഒരേ ശബ്ദത്തിൽ ഒരാൾ പറയുകയും മറ്റെല്ലാവരും കൂടിയിരുന്ന് ചൊല്ലുകയും ചെയ്യുന്ന ആ രീതിയുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ റസൂലിന് പരിചയമില്ല, സഹാബത്തിന് പരിചയമില്ല, ഖുർആനിലോ സുന്നത്തിലോ അതിന് സ്ഥിരപ്പെട്ട യാതൊരു തെളിവുമില്ല. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താൽ എന്താണ് അതിൻ്റെ വിധി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹീഹ് മുസ്ലിമിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരാൾ ഒരു അമൽ ചെയ്തു, ആ അമൽ അങ്ങനെ ചെയ്യാൻ നമ്മുടെ കൽപ്പനയില്ല എങ്കിൽ ആ അമലിന്റെ സ്ഥിതി എന്താണ്? ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ്, അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറ്റൊരു ഹദീസ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഏതെങ്കിലും ഒരാൾ ഒരു അമൽ പുതുതായി ഉണ്ടാക്കി, നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ദീനിൽ അങ്ങനെ ചെയ്യാനുള്ള യാതൊരു കൽപ്പനയുമില്ല, അങ്ങനെ ചെയ്താലും പുതുതായി ഉണ്ടാക്കിയാലും അത് സ്വീകരിക്കാൻ പോകുന്നതല്ല, തള്ളപ്പെടുന്നതാണ്. ഇമാം നബവി റഹിമഹുല്ലാ ഷാഫി മദ്ഹബിലെ അല്ലെങ്കിൽ ഷാഫി ഇമാമിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതന്മാരിൽ മദ്ഹബിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഈ സഹീഹ് മുസ്ലിമിന് ശറഹ് എഴുതിക്കൊണ്ട്, വ്യാഖ്യാനം എഴുതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ ഹദീസിന് പറഞ്ഞ വ്യാഖ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിദ്അത്താണ്, ആ ബിദ്അത്ത് ഒരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല. ആരാണോ ചെയ്യുന്നത് അവരിലേക്ക് തന്നെ അത് തള്ളപ്പെടുന്നതാണ്, അള്ളാഹുവിലേക്ക് അത് ഉയർത്തപ്പെടുകയില്ല എന്നാണ്. ഈ കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഇബാദത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട ഇബാദത്താണ്. രണ്ടാമത്തെ ഇബാദത്ത് ഹൃദയം കൊണ്ടുള്ള ഇബാദത്താണ്. ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട അമലുകളുണ്ട്, ഹൃദയം കൊണ്ടുള്ള അമലുകൾ ധാരാളമുണ്ട്. ആ അമലുകളൊക്കെ ചെയ്യുന്നത് ഇബാദത്ത് പെട്ട കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ
നാം ഒരു അമൽ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് അടുക്കുവാനുള്ള ഏറ്റവും പറ്റിയ ഉപാധിയാണ് ഹൃദയം കൊണ്ടുള്ള ഇബാദത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ഇബാദത്ത് ചെയ്യുന്നതിനു മുമ്പ് നമുക്ക് നിർബന്ധമായി കൽപ്പിച്ചത് നിയ്യത്താണ്. ആ നിയ്യത്ത് ഹൃദയത്തിലാണ് അതിന്റെ സ്ഥാനം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയ്യത്ത് ഒരു കാലത്തും വായ കൊണ്ട് നാവ് കൊണ്ട് ഉച്ചരിച്ചിട്ടില്ല. ഫുഖഹാക്കളൊക്കെ ഉലമാക്കളൊക്കെ ഈ ഹദീസ് വിവരിക്കുമ്പോൾ, അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ച ഒന്നാമത്തെ ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറയുന്നത്, ഇമാം ബുഖാരി പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെയും പരിഗണിക്കപ്പെടുക നിയ്യത്തുകൾ അനുസരിച്ചാണ്. അഥവാ ഇമാം നബവി റഹിമഹുല്ലാഹ് അതിനും പറഞ്ഞ കണ്ടീഷൻ, ഈ അമലുകളൊക്കെയും ചെയ്യുന്നതിന് മുമ്പുള്ള ഷർത്ത്, ആ ഷർത്ത് ഇബാദത്തിൽ പെട്ടതുമാണ്. ഇബാദത്തിന്റെ ചെയ്യുന്നതിന് മുമ്പും അത് വേണം, ശേഷവും അത് വേണം, അത് തീരുന്നത് വരെയും വേണം. ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിന്റെ തുടക്കത്തിലും നിയ്യത്ത് വേണം, അത് അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വേണം, അവസാനിക്കുന്നത് വരെ ആ നിയ്യത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ആ നിയ്യത്തിന് വിരുദ്ധമായ എന്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ, ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ഇബാദത്തിന് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതിന്റെ ഫലശൂന്യതയിലേക്ക് തന്നെ തള്ളിവിടും. അതുകൊണ്ട് ഹൃദയവുമായി കൊണ്ട് ബന്ധപ്പെടുമ്പോൾ ഹൃദയ സാന്നിധ്യം വേണം. അള്ളാഹുവിന്റെ മുന്നിലാണ് നാം നിൽക്കുന്നതെന്നും അള്ളാഹുവിന് വേണ്ടിയാണ് നാം ചെയ്യുന്നതെന്നും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയും അവന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടിയുമാണ് ഈ ഇബാദത്തുകൾ ചെയ്യുന്നത് എന്ന് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും, നാം പൂർണ്ണമായ രീതിയിൽ ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് അത് കാക്ഷിച്ചും പ്രതീക്ഷിച്ചും അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള തവക്കുലും, അങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹുമായി കൊണ്ടുള്ള ഒരു മുനാജാത്ത്, ഒരു അഭിമുഖ സംഭാഷണം പോലെയാണ് ഹൃദയം കൊണ്ടുള്ള ഇബാദത്ത് എന്ന് പറയുന്നിടത്ത് പ്രതിഫലിച്ചു കാണുന്നത്. അള്ളാഹു തആല പല സ്ഥലങ്ങളിലും ഇബാദത്തുകൾ പരാമർശിക്കുന്നിടത്തൊക്കെ നിയ്യത്തുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ്, ആ മനസ്സ് അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ കാണുകയുള്ളത്. പരസ്യമായി ആർക്കെങ്കിലും കണ്ടും കാണുവാനോ അല്ലെങ്കിൽ അതിന് എന്താണെന്ന് പുറമേ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാനോ കഴിയാത്ത ഒരു മഹത്തായ ഇബാദത്താണ് നിയ്യത്ത്. ആ നിയ്യത്തിൽ അള്ളാഹു തആല പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് തവക്കുലാണ്. അള്ളാഹുവിൽ മാത്രമേ തവക്കുലാക്കാൻ പാടുള്ളൂ. ആ തവക്കുൽ ഇബാദത്താണെങ്കിലും അത് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു തആല പറയുന്നത് കാണാം സൂറത്തുൽ മാഇദയിലെ 23-ാമത്തെ ആയത്ത്, വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. അപ്പൊ അത് കൽപ്പനയാണ്, വിവാദത്തിന്റെ ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു കൽപ്പനയാണ്. ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്, തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ അള്ളാഹുവിനോട് താഴ്മയോടുകൂടി അവനിലേക്ക് മടങ്ങുക. അൽ ഇനാബത്തു ഇലൈഹി, അള്ളാഹു പറയുന്നത് സൂറത്ത് സുമറിൽ 54-ാമത്തെ ആയത്തിൽ കാണാം, വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് താഴ്മയോടെ മടങ്ങുക, അവന് കീഴ്പ്പെടുക. പിന്നെ ആ ശിക്ഷ വന്നതിന് ശേഷം ഒരിക്കലും നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല, അവനൊരിക്കലും നിങ്ങളെ സഹായിയായി വരികയില്ല. ഇത് ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്, അള്ളാഹുവിലേക്ക് താഴ്മയോടുകൂടി മടങ്ങുക എന്ന്. ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിൽ, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ വർജിക്കുന്ന കാര്യത്തിൽ ക്ഷമ കൈക്കൊള്ളുക, ഇതും ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്. ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു ഇബാദത്താണ്, തൗഹീദിന്റെ ഭാഗം കൂടിയാണത്. അള്ളാഹു തആല പറഞ്ഞു സൂറത്ത് ആൽ ഇംറാനിലെ 200-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും ചെയ്യുക, പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. മുഅ്മിനീങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനമായ നിദാനം ഈ വക കാര്യങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ
അള്ളാഹുവിലേക്ക് വിനയപൂർവ്വം മടങ്ങുക എന്നതും ഇബാദത്തിന്റെ മറ്റൊരു ഭാഗമാണ്. അള്ളാഹു പറയുന്നു സൂറത്ത് ഹൂദിൽ 23-ാമത്തെ ആയത്തിൽ, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വഅഖ്ബതു ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഹും ഫീഹാ ഖാലിദൂൻ. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തങ്ങളുടെ റബ്ബിലേക്ക് വിനയപൂർവ്വം മടങ്ങുകയും ചെയ്തവരാരോ അവരാകുന്നു സ്വർഗാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. ഇതും ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്, തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ നാം നിയ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അള്ളാഹുമായി കൊണ്ട് അടുക്കുവാനുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നുണ്ട്, നമുക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നില്ല എന്ന ഇസ്ലാമിലെ അടിസ്ഥാനപരമായ മൂന്നാമത്തെ ഘടകം ഇഹ്സാനാണ്. ആ ഇഹ്സാനും നിയ്യത്തുമായി അഭേദ്യമായ ബന്ധമുണ്ട്. നിയ്യത്തുണ്ടെങ്കിലേ ഇഹ്സാൻ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇഹ്സാൻ ഇല്ലെങ്കിൽ നിയ്യത്തിന് വിഘ്നം വരും, ഇടർച്ച വരും. നിയ്യത്ത് ശരിയായ രൂപത്തിൽ ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോഴാണ് ഇബാദത്തിൽ നാം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ, അള്ളാഹുമായി കൊണ്ട് അഭിമുഖ സംഭാഷണം നടത്തുന്ന സമയത്ത് നേരത്തെ മറന്നുപോയ പല കാര്യങ്ങളും, ദുന്യവിയായ കാര്യങ്ങൾ, നമസ്കാരത്തിൽ അള്ളാഹുമായി കൊണ്ട് അഭിമുഖം നടത്തുന്ന സംഭാഷണം നടത്തുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, അത് നിയ്യത്തിന് വിഘ്നം വരും, ഇടർച്ച വരും. അതുപോലെ തന്നെ ഇഹ്സാനിന്റെ അർത്ഥശൂന്യമായി തീരും. ഈ രണ്ട് ഘടകങ്ങളും നഷ്ടപ്പെടുമ്പോൾ നിയ്യത്തുമില്ല, ഇഹ്സാനുമില്ല. പിന്നെ രണ്ടാമത് അതിന്റെ സ്ഥാനത്ത് വരുന്നത് എന്താണ്? ഷിർക്കുൻ സഗീർ അഥവാ റിയാ, ലോകമാന്യം. നമ്മുടെ അമലിനെ പൊളിച്ചു കളയുകയാണ് അത് ചെയ്യുക, ബാത്തിലാക്കി കളയുകയാണ് ചെയ്യുക. ഇക്കാര്യം നാം പ്രത്യേകമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്, ഇത് ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് നമുക്ക് മഹത്തായ പ്രതിഫലവും അവൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, വാഗ്ദത്തം ചെയ്തു തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഇബാദത്ത് ഇബാദത്തുൻ ബദനിയ, ശരീരം കൊണ്ട് ചെയ്യേണ്ട ഇബാദത്തുകളാണ്. അപ്പൊ രണ്ട് ഇബാദത്ത് പഠിച്ചു. ഒന്ന് നാവ് കൊണ്ട് ഉള്ള ഇബാദത്ത്, രണ്ട് ഹൃദയം കൊണ്ടുള്ള ഇബാദത്ത്. മൂന്നാമത്തെ ഇബാദത്ത് ശരീരം കൊണ്ടുള്ള ഇബാദത്ത്, അഥവാ ശരീരത്തിലെ പ്രധാന ഘടകങ്ങളാണ് അൽ ജവാരിഹ്, അവയവങ്ങൾ. ശരീരത്തിലെ അവയവങ്ങൾ, ഓരോ അവയവത്തിനും ഓരോ ഇബാദത്തുണ്ട്. ആ ഇബാദത്ത് ഓരോ അവയവത്തിനും വകവെച്ച് കൊടുക്കണം. ആ അവയവങ്ങളുടെ ഇബാദത്തിൽ ഇൻക്ലൂഡ് ആവണം. അങ്ങനെ പൂർണ്ണതയോടുകൂടി അവയെ ഉൾപ്പെടുത്തണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പരലോകത്ത് വിചാരണക്കെടുക്കുമ്പോൾ ഈ അവയവങ്ങളൊക്കെ സാക്ഷിയായിക്കൊണ്ട് നമുക്ക് വരും. അതുകൊണ്ട് നമുക്ക് അനുകൂലമായി സാക്ഷി വേണം, പ്രതികൂലമായ സാക്ഷി വരരുത്. അതുകൊണ്ടാണ് ഇബാദത്തിലേക്ക് ഈ അവയവങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഉപാധികളിൽ പ്രധാനപ്പെട്ടതാണ് അവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്ത്. ഉദാഹരണമായി ഒരാൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ അവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്തുകൾ കടന്നു വരുന്നുണ്ട്. ഉദാഹരണത്തിന് റുകൂഉകൾ, സുജൂദുകൾ, ഇതൊക്കെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്തുകളാണ്. അല്ലാഹു തആല പറയുന്നത് സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫഅലുൽ ഖൈർ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ റുകൂഅ് ചെയ്യുക, നിങ്ങൾ സുജൂദ് ചെയ്യുക, നിങ്ങൾ ഇബാദത്ത് ചെയ്യുക നിങ്ങളുടെ നാഥനെ. വഫഅലുൽ ഖൈറ, നന്മകൾ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി. ഇവിടെ നമസ്കാരത്തെക്കുറിച്ച്, ഇബാദത്തുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് റുകൂഉകളെയും സുജൂദുകളെയും കുറിച്ചാണ്. അഥവാ ഇബാദത്തിൽ പ്രധാനമായ ഘടകം ശരീരത്തിലെ അവയവങ്ങളാണ്. ആ അവയവങ്ങളായതുകൊണ്ടാണ് നമസ്കാരം കടന്നു വരുന്നത്. ആ നമസ്കാരം കടന്നു വരുന്നത് കൊണ്ടാണ് അതിലെ പ്രധാന ഘടകമായ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന രണ്ട് ഇബാദത്തുകളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ഇതുപോലെ തന്നെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന മറ്റൊരു ഇബാദത്താണ് ബൈത്തുള്ളയിൽ പോയി തവാഫ് ചെയ്യുക എന്നത്. അത് നടക്കണം, 7 ചുറ്റി നടക്കണം.
ശരീരം കൊണ്ടാണ്, അവയവങ്ങൾ കൊണ്ടാണ് ഇത് നടക്കേണ്ടത്. അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഹജ്ജിലെ 29-ാമത്തെ ആയത്തിൽ, ثُمَّ لْيَفْضُوا تَفَثَهُمْ وَلْيُوفُوا نُذُورَهُمْ وَلْيَطَّوَّفُوا بِالْبَيْتِ الْعَتീഖ്. പിന്നെ അവർ തങ്ങളുടെ അഴുക്ക് നീക്കിക്കളയുകയും അതുപോലെ തന്നെ തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുകയും പുരാതനമായ ആ ഭവനത്തെ പ്രദക്ഷിണം അഥവാ തവാഫ് ചെയ്യുകയും ചെയ്തു കൊള്ളട്ടെ എന്ന്. ഇതിലെ തവാഫ് എന്ന് പറയുന്നത് ശരീരം കൊണ്ടിന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അമലാണ്. ഇതുപോലെ തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് സത്യവിശ്വാസികളായ മോമിനുകൾ പള്ളിയിലേക്ക് കാൽപാദം വർദ്ധിപ്പിച്ചുകൊണ്ട് നടന്നുകൊണ്ട് പള്ളിയിലേക്ക് പോവുക എന്നത് ഇബാദത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിലൊന്നാണ്. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് വാഹനത്തിൽ പോകുന്നതിന് പകരം കാലുകൾ കൊണ്ട് നടന്ന് പള്ളിയിലേക്ക് എത്തുക, അത് ഇബാദത്താണ്, നടത്തം. കാരണം ഓരോ കാൽപ്പടിക്കും അള്ളാഹു ഒരു പ്രതിഫലം എഴുതുകയും അതിന് പകരം ഒരു പാപം മായ്ച്ചു കളയുകയും ചെയ്യുന്ന അതിമനോഹരമായി നമ്മൾ നടക്കുമ്പോഴൊക്കെ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൗണ്ടറാണ്, ഇബാദത്തിന്റെ കൗണ്ടറാണ് ഈ നടത്തം എന്ന് നാം മനസ്സിലാക്കുക. ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവമാണ് കാൽ. ആ കാൽ കൊണ്ട് നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും ആ നടത്തം നമ്മൾ ഒരൊറ്റ ഇബാദത്തും ചെയ്യാതെ നാവ് കൊണ്ടോ ശരീരം കൊണ്ടോ അതല്ലെങ്കിൽ ധനം കൊണ്ടോ ഒന്നും ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലാതെ നടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിക്കൊണ്ട് ഇബാദത്തിന്റെ പ്രതിഫലം അള്ളാഹു എഴുതപ്പെടുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഈ ഇബാദത്തിൽ കൂടി നാം കാണുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 4-ാമത്തെ ഘടകം ഇബാദത്ത് ധനം കൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ്. ആ അള്ളാഹു തആല നേരത്തെ സൂചിപ്പിച്ച സൂറത്തുൽ ജുമുഅയുടെ 9-ാമത്തെ ആയത്തിൽ ഈ നടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്ഔ ഇലാ ദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ അതിവേഗം പോവുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായ ഹദീസിൽ കാണാം, സഹിഹ ഹദീസിൽ കാണാം, നിങ്ങളെ ബാങ്ക് വിളിക്കേണ്ട, ഫൈദാ ഖീമത്തിസ് സ്വലാ, നമസ്കാരം നിലനിർത്തപ്പെട്ടാൽ അഥവാ ഇഖാമത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ നടന്നുകൊണ്ട് വഅലൈക്കുമുസ് സക്കീന, സമാധാനത്തിൽ നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോവുക. അപ്പൊ നടക്കുക എന്നത് ഇബാദത്തായിക്കൊണ്ട് അതിലെണ്ണി. 4-ാമത്തെ ഇബാദത്താണ് സാമ്പത്തികമായ ഇബാദത്ത്, മാലിയായ ധനം കൊണ്ട് ചെയ്യേണ്ട ഇബാദത്ത്. ആ ധനം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ സക്കാത്ത് വരും, സദഖകൾ വരും, അതുപോലെ തന്നെ മറ്റ് ചിലവുകൾ വരും, ഹദിയ കൊടുക്കൽ വരും, തൻ്റെ ഭാര്യക്കും കുടുംബത്തിനും കുട്ടികൾക്കുമൊക്കെ നൽകുന്ന ധനമുണ്ടല്ലോ, ചെലവഴിക്കലുണ്ടല്ലോ, അതെല്ലാം ഈ ഇബാദത്തിന്റെ പരിധിയിൽ വരികയാണ് ചെയ്യുന്നത്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 110-ാമത്തെ ആയത്തിൽ കാണാം, വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക, സകാത്ത് നൽകുക, നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങൾ നല്ലതെന്ത് എന്തൊക്കെ മുൻകൂട്ടി ചെയ്താലും അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, കണ്ടെത്തുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ്. അപ്പം ഈ ആയത്തിൽ നമ്മോടൊക്കെ പറയുന്നത് സക്കാത്ത് കൊടുക്കണം, അതുപോലെ തന്നെ നന്മയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ധനത്തിൽ ദാനധർമ്മങ്ങളായി നിർവഹിക്കാൻ പറ്റുമോ അതൊക്കെ നൽകുമ്പോൾ മാത്രമേ ആ ധനം കൊണ്ടുള്ള ഇബാദത്ത് നിർവഹിക്കുവാനും പ്രതിഫലം കൈപ്പറ്റുവാനും കഴിയുള്ളൂ. 5-ാമത്തെയും അവസാനത്തേതുമായ ഇബാദത്തിന്റെ വകുപ്പ് ഈ പറഞ്ഞ 4 വകുപ്പും ഉൾപ്പെട്ടിട്ടുള്ള സംയോജിതമായ സംയുക്തമായ ഇബാദത്താണ്. എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ വരുന്നു. ഉദാഹരണമായി ഹജ്ജും ഉംറയും അത് ശാരീരികമുണ്ട്, സാമ്പത്തികമുണ്ട്, ഹൃദയമുണ്ട്, ശരീരത്തിന്റെ അവയവങ്ങളുണ്ട്, ഹൃദയമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് കൂടുന്ന ഇബാദത്താണ് ഹജ്ജും ഉംറയും. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 196-ാമത്തെ ആയത്തിൽ കാണാം, വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക, ഇടയ്ക്ക് വെച്ച് മുറിച്ചു കളയരുത്, പൂർണ്ണമായി തീരുന്നത് വരെ ചെയ്യുക. അപ്പൊ ഇത് ഈ ശരീരത്തിന്റെ കഴിവ്, സാമ്പത്തിക കഴിവ്, അതുപോലെ തന്നെ അവയവങ്ങൾ കൊണ്ടുള്ള കഴിവ്, ഹൃദയത്തിനുള്ള മനസാന്നിധ്യം ഉണ്ടാകുന്ന രീതിയിൽ, അഥവാ യാതൊരു തരത്തിലും അവൻ ഭ്രാന്തോ ബുദ്ധിഭ്രമമോ സംഭവിക്കാതെ
പൂർണ്ണമായ ആരോഗ്യവും പൂർണ്ണമായ മനസ്സും പൂർണ്ണമായ ബുദ്ധിയും വിവേകവും വെച്ചുകൊണ്ട് ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ സൗകര്യങ്ങളും ഒരുമിച്ച് കൂടുന്ന അവസരത്തിൽ മാത്രമേ ഹജ്ജും ഉംറയും അള്ളാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളൂ. അതാണ് സൂറത്ത് ആൽ ഇംറാൻ 97-ാമത്തെ ആയത്തിൽ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മനിസ്തതഅ ഇലൈഹി സബീല. അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് കഴിവുള്ളവൻ വഴിയാലും സാമ്പത്തിക ശാരീരിക കഴിവിനാൽ ആർക്ക് സൗകര്യപ്പെടുന്നുവോ അവർ അള്ളാഹുവിൻ്റെ ബൈത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്തു കൊള്ളേണ്ടതാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു തആല ഒരു നിർബന്ധ ബാധ്യതയായി കൽപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഹൃദയവും വാക്കും നാവും മറ്റ് അമലുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സമ്പൂർണമായ ഇബാദത്താണ് ഈ വകുപ്പിൽ വരുന്നത്. സൂറത്തുൽ അൻആമിലെ 162-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക നബിയെ, തീർച്ചയായും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആരാധനാകർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം തന്നെ ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇബാദത്തുകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി 2 കണ്ടീഷനുകളുണ്ട്, 2 ഷർത്തുകളുണ്ട്. ഒന്ന്, നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന് ഇഖ്ലാസോടുകൂടി നിയ്യത്ത് ചെയ്തുകൊണ്ടാകണം ഈ ഇബാദത്ത് ചെയ്യേണ്ടത്. ഏത് തരമായാലും, ഇവൻ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതായാൽ പോലും ഇഖ്ലാസോടുകൂടി കാണണം. ആ ഇഖ്ലാസിന് ഭംഗം വരുന്നത് എന്തോ അവിടെ വെച്ചുകൊണ്ട് ആ ഇബാദത്ത് നഷ്ടപ്പെടുന്നു. ഇതുപോലെ അതാണ് അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിലെ 110-ാമത്തെ ആയത്തിൽ പരാമർശിച്ചത്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആരെങ്കിലും തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മം മാത്രം പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അള്ളാഹുവിൻ്റെ അധീശാധികാരങ്ങളിൽ അവൻ്റെ ഇബാദത്തിൽ അവൻ്റെ ഒരു കാര്യത്തിലും തന്നെ മറ്റൊന്നിനെയും മറ്റൊരാളെയും പങ്കുകാരനാക്കി ചേർക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചേർത്ത് പോയാൽ ആ ഇബാദത്തുകൾ തകിടം മറിഞ്ഞു. അതാണ് അല്ലാഹു തആല പരലോകത്ത് എന്നാൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഇബാദത്ത് ചെയ്തത് അവരെയും വിളിക്കും, ഇബാദത്ത് ചെയ്ത വ്യക്തികളെയും വിളിക്കും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രതിഫലമുണ്ടല്ലോ, അവരോട് പോയി ചോദിച്ചു വാങ്ങിക്കൊള്ളുക, എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോ. അങ്ങനെ പറയുന്നൊരു നിർഭാഗ്യ അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ ഇഖ്ലാസ് വേണമെന്ന് നിർബന്ധമായി കൽപ്പിച്ചത്. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിൽ കൽപ്പിച്ചുവോ ആ കൽപ്പിച്ച രൂപത്തിലും ഭാവത്തിലും എണ്ണത്തിലും സമയത്തിലും രൂപവ്യത്യാസങ്ങൾ പാടില്ലാത്ത രീതിയിൽ ഏത് തരത്തിലാണോ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ മാത്രം ഇബാദത്ത് ചെയ്യുക. എങ്കിൽ മാത്രമാണ് അല്ലാഹു തആല അത് സ്വീകരിക്കുകയുള്ളൂ. സൂറത്ത് സുമറിൽ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ്. അള്ളാഹു പറയുന്നത്, വലഖദ് ഉഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഉഹിയ ഇലൈക, തങ്ങളിലേക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു നിശ്ചയമായും, വഇലല്ലദീന മിൻ ഖബ്ലിക, നിന്റെ പൂർവികരായ പ്രവാചകന്മാരിലേക്കും, ലഇൻ അശ്റക്ത, നബിയെ തങ്ങളെങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, നബിയോടാ പറയുന്നത്, തങ്ങളെങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, ലയഹ്ബതന്ന അമലുക, തങ്ങൾ ചെയ്ത അമലുകളൊക്കെയും നിശ്ചയമായും പൊളിഞ്ഞു പോകുന്നതാണ്, നിഷ്ഫലമായി തീരുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടവാളികളിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ പറയുന്നത്. പിന്നെ നമ്മളോട് നമ്മുടെ കാര്യം പറയാനില്ല. ഇതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കുറിച്ചും പറഞ്ഞെടുത്ത് സൂറത്തുൽ അൻആമിൽ 88-ാമത്തെ ആയത്തിൽ കാണാം, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ടാണ് അമലുകൾ പൊളിഞ്ഞു പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒരു 11 കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്യാൻ പരിശ്രമിച്ചാൽ അവനും അവൻ്റെ അമലും അവൻ ആരൊക്കെയാണോ അവൻ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അവർക്കെല്ലാം പ്രതിഫലത്തിന് പകരം അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ലഭിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥി എന്നത് വായ കൊണ്ട് പറയുന്ന ഒരു കാര്യം മാത്രമല്ല. ഒരു വിദ്യാർത്ഥി ചെയ്താൽ
അത് ലലാലത്താണ്, ദുർമാർഗമാണ്. ആ ദുർമാർഗം അതേ രൂപത്തിൽ നിലനിൽക്കുമ്പോൾ വകുല്ല ലലാലത്തിൻ ഫിന്നാർ, എല്ലാ ദുർമാർഗവും എത്തിച്ചേരുന്നത് നരകത്തിലേക്കാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വക കാര്യങ്ങൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ രൂപത്തിൽ തൗഹീദ് എന്നത് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, ഈ സൂറത്തുൽ സുമറിലെ 65-ാമത്തെ ആയത്തും സൂറത്തുൽ അൻആമിലെ 88-ാമത്തെ ആയത്തും ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തന്നു. ശിർക്കുമായി വരുമ്പോൾ, ശിർക്കുമായി ബന്ധപ്പെടുമ്പോൾ ഇബാദത്തുകൾ എങ്ങനെ പൊളിഞ്ഞു പോകും, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ മുന്നറിയിപ്പ് നൽകി. ഈ മുന്നറിയിപ്പ് നമുക്കെല്ലാവർക്കും ബാധകമാണ്. ലോകാവസാനം വരേക്കുമുള്ള എല്ലാ ജനങ്ങൾക്കും ബാധകമാണ്. ഇത് നാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഇബാദത്തുകളുടെ ഘടകങ്ങൾ അഥവാ തൗഹീദിൻ്റെ 3 ഘടകങ്ങൾ. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, റബ്ബ് ഏകനാണ്, അവൻ സൃഷ്ടാവാണ്, അവൻ റസാഖാണ്, അവൻ ഖാലിഖാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ലോകത്തിൻ്റെ എല്ലാ അതീശാധികാരങ്ങളും അവൻ്റെ കരങ്ങളിലാണ്. ഇങ്ങനെയുള്ള റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കി. ഇതുപോലെ തന്നെ രണ്ടാമത്തത് തൗഹീദുൽ ഉലൂഹിയ്യ, ഇബാദത്തിൻ്റെ അഥവാ ആരാധ്യനായി ഇബാദത്ത് ചെയ്യാൻ അർഹതപ്പെട്ടവൻ അവൻ മാത്രമേ ഉള്ളൂ. അവനിലേക്ക് മാത്രമേ ഇബാദത്ത് സമർപ്പിക്കാൻ പാടുള്ളൂ. അത് ഇബാദത്തിൻ്റെ എല്ലാ ഘടകങ്ങളും, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇബാദത്തിൻ്റെ 5 ഘടകങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു. ഈ ഇബാദത്തുമായി കൊണ്ട് ബന്ധപ്പെടുന്ന എല്ലാ വകഭേദങ്ങളും അവനിലേക്ക് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു സിംഗിൾ ഘടകം പോലും അള്ളാഹു അല്ലാത്ത മാസിവല്ലയിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. അത് തിരിച്ചുവിടുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? വിവാദത്തിന് വിള്ളൽ വന്നു, ശിർക്ക് കടന്നു കയറി. അപ്പൊ അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്ന്, ഈ പറഞ്ഞ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ, പ്രത്യേകിച്ച് ഇബാദത്തിന്റെ വകഭേദങ്ങളിൽ ഏതെങ്കിലും വന്നാൽ പൊളിഞ്ഞു, തകരാറ് സംഭവിച്ചു. മൂന്നാമത്തെ ഘടകം, മൂന്നാമത്തെ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന് മനോഹരമായ നാമങ്ങളും അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളുമൊക്കെ അവന് മാത്രമുള്ളതാണ്. അതൊന്നും മറ്റൊരു സൃഷ്ടിജാലത്തിനും അള്ളാഹു വകവെച്ച് നൽകിയിട്ടില്ല. സാമ്യമുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥത്തിലും അതിൻ്റെ അക്ഷരത്തിലുമൊക്കെ അള്ളാഹു തആല നിശ്ചയിച്ചു തന്നത്, അവന് അർത്ഥം പറഞ്ഞു തന്ന അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമൊഴിച്ച് അതിനപ്പുറത്തേക്ക് പോകാനോ അതിനപ്പുറത്തേക്ക് വ്യാഖ്യാനിക്കാനോ അതിനിപ്പുറത്തേക്ക് അതിനെ കൊണ്ടുവരുവാനോ ഒരാൾക്കും അള്ളാഹു തആല അധികാരം നൽകിയിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അധികാരം നൽകിയിട്ടില്ല. അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് അതേപോലെ സ്വീകരിക്കുക. അപ്പം ഇങ്ങനെ 3 തരത്തിലുള്ള തൗഹീദും, ആ തൗഹീദ് അതിൻ്റെ സമ്പൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു പൂർത്തീകരണം വന്നാൽ ഉടനെ അതിന് വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. ആ തൗഹീദിന് വിള്ളലുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഷിർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഷിർക്കിൻ്റെ തൊട്ട താഴെയുള്ള ഒന്ന് ഷിർക്കുൻ അക്ബറാണ്, ഏറ്റവും വലിയ ഷിർക്കാണ്, മില്ലത്തിൽ നിന്നും പുറത്തു കിടക്കുന്ന ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന. അതിൻ്റെ തൊട്ട് താഴെ ഷിർക്കുൻ അസ്ഗറാണ്, അഥവാ റിയാൽ, ലോകമാന്യം, ജനങ്ങൾക്ക് വേണ്ടി, സൃഷ്ടികൾക്ക് വേണ്ടി അവർ കാണുമ്പോൾ, അവർ തൃപ്തിപ്പെടുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ ഇബാദത്തുകളിൽ മുഴുകുക. അവർ കാണുന്നില്ലെങ്കിൽ ഇബാദത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതുപോലെ തന്നെ കൽപ്പിക്കപ്പെട്ട കാര്യവും അങ്ങനെ തന്നെ. നിരോധിക്കപ്പെട്ട കാര്യമാണെങ്കിൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ വിട്ടുനിൽക്കുക, ആരും കാണുന്നില്ലെങ്കിലോ ആ തെറ്റിൽ മുഴുകുക. ഇതും ഷിർക്കിൻ്റെ മറ്റൊരു വകഭേദമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഷിർക്കുൻ അസ്ഗർ, ആളുകൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക, ആളുകൾ കാണാതിരിക്കുമ്പോൾ ഇബാദത്തുകൾ ഒഴിവാക്കുക. ആളുകൾക്ക് വേണ്ടി നിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കുക, ആളുകൾ കാണാതിരിക്കുമ്പോൾ നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ മുഴുകുക. ഇതെല്ലാം ഒരേപോലെയുള്ള നാണയത്തിൻ്റെ മറുവശങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ ബിദ്അത്ത് ഷിർക്കുൻ അസ്ഗർ കഴിഞ്ഞാൽ പിന്നെ ബിദ്അത്താണ് വരുന്നത്.
ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. ബിദ്അത്ത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബിദ്അത്തുൻ അശദ്, അഥവാ അതികഠിനമായ ബിദ്അത്താണ്. അഥവാ ആ ബിദ്അത്തിൽ നിലക്കൊണ്ടാൽ ശിർക്കുൻ അക്ബറിലേക്ക് പോകും. അതിൽ നിലക്കൊണ്ടാൽ, സ്ഥിരമായി നിന്നാൽ ശിർക്കുൻ അക്ബറിലേക്ക് ചാടി പോകും. കാരണം അയാളെ തടുക്കാൻ വേറൊന്നുമില്ല, പിശാച് അയാളെ തള്ളിയിടാൻ കാത്തു നിൽക്കുകയാണ്. അയാൾ സ്വയം തീരുമാനിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അങ്ങനെ ആ നിൽക്കുന്ന ബിദ്അത്തിൽ നിന്ന് റിവേഴ്സ് അടിച്ച് പിന്നോട്ട് പോവുകയും അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും തൗബ ചെയ്യുകയും ചെയ്താൽ അയാൾ ചെയ്ത ആ കുറ്റത്തിൽ നിന്നും അയാൾ മോചിതനാകും. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ, കാരണം അത് ഖിലാസ് അനുസരിച്ചാണ്, നമുക്കാർക്കും അത് നിർവചിക്കാൻ കഴിയുകയില്ല. ഇത് ഈ ബിദ്അത്തിന്റെ അശ്രദ്ധമായ ഏറ്റവും കഠിനമായ ഒരു രൂപമാണ്. കാരണം ഷിർക്കിലേക്ക് വീണുപോകാൻ സാധ്യതയുള്ള, ഷിർക്കിന്റെ മുൻപിൽ നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അവിടെ ഇവിടെക്കായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇനിയൊരു അവസരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി തെളിവുകൾ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അശ്രദ്ധമായ ബിദ്അത്താണ്. ഇനി സാധാരണ ബിദ്അത്തുകളിലേക്ക് വന്നാലോ, ആ ബിദ്അത്തിന്റെ വിധിയാണ് നാം പറഞ്ഞത് നേരത്തെ. ആര് ചെയ്യുന്നുവോ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അതിലില്ലെങ്കിൽ അത് തള്ളപ്പെടും, അത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല, അതിന് പ്രതിഫലം ലഭിക്കുകയുമില്ല. അതിന് പകരം അള്ളാഹുവിന്റെ അടുത്ത് പരലോകത്ത് ചെന്നാൽ അവിടെ കാത്തിരിക്കുന്നത് കഠിനമായ ശിക്ഷയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ഈ തൗഹീദിനെ കീറി മുറിക്കുകയും അതുപോലെ ഇബാദത്തിനെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കാര്യങ്ങൾ. ഒന്ന് ഷിർക്ക്, ഷിർക്കുൻ അക്ബർ, 2 ഷിർക്കുൻ അസ്ഗർ, 3 ബിദ്അത്ത് അശദ്, 4 ബിദ്അത്ത്, 5 ഹറാമായ കാര്യങ്ങൾ, മുഹറമായ കാര്യങ്ങൾ. അള്ളാഹു ഏതൊരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടോ ആ ഹറാമാക്കിയ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഒന്ന് പരിശ്രമിച്ച് നോക്കരുത്. കാരണം അതിലേക്ക് അടുക്കരുത് നിങ്ങൾ. അള്ളാഹു നിരോധിച്ച കാര്യം അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്, അകന്നു പോകണം. കാരണം അള്ളാഹു തആല ചില ബൗണ്ടറികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ബൗണ്ടറികൾ, അതിർത്തികൾ, അതിർവരമ്പുകൾ, ഒന്ന് അള്ളാഹു തആല പറയുന്നത് ഫലാ തഖറബൂഹ, ആ അതിർത്തികളിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. രണ്ടാമത് പറയുന്നത് ഫലാ തഅതദ്ദൂഹ, ആ അതിർത്തി വിട്ടു കടക്കരുത് നിങ്ങൾ. ഇങ്ങനെ രണ്ടും വളരെയധികം അപകടകരമായ നേർരേഖയാണ്, ലൈൻ ഓഫ് കൺട്രോളാണ്, LOC. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇബാദത്തിനും കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ വിട്ടുപോയാൽ അള്ളാഹു തആലയുടെ അടുത്തേക്ക് അത് മാരകമായ ഭവിഷ്യത്ത് സംജാതമായി തീരും. ഈ കാര്യം നാം സാന്ദർഭികമായി എപ്പോഴും നമ്മൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം. ഇബാദത്ത് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ 5 ഘടകങ്ങളും ഒരേപോലെ ഉണ്ടാവും. അപ്പം നമ്മൾ ശരിക്ക് അള്ളാഹു തആല നമ്മളോട് പറഞ്ഞത് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എനിക്ക് ഇബാദത്ത് ചെയ്യുകയാണ്. അപ്പൊ ഇബാദത്തില്ലാത്ത ഒരവസരവും നമുക്ക് ഉണ്ടായിക്കൂടാ. നമ്മുടെ സമയമൊക്കെ നിർണായകമാണ്. ഏത് സമയത്താണ് അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുക ഒരാൾക്കും അറിയുകയില്ല. അതുകൊണ്ട് തയ്യാറെടുപ്പ് നടത്തുക. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും, നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായിക്കൊണ്ട് സൽക്കർമ്മങ്ങളും നന്മകളും ചെയ്തു വെക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് എന്താണ് ഒരുക്കി വെക്കേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക. വൽതൻദുർ, ചിന്തിക്കുക, ഓർത്തുകൊണ്ടിരിക്കുക. നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത്, അഥവാ പരലോകത്തേക്ക് എന്താണ് ഞാൻ ഇതുവരെ ചെയ്തത്, ഇനി നാളെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇങ്ങനെയുള്ളൊരു ബോധോദയം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. നമ്മൾ കുറേ സീനിയർ ആളുകളാണ്, ഒരുപാട് കാലം തൗഹീദിൽ നിന്നവരാണ്. പക്ഷേ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊക്കെയും കയറി വരേണ്ടത് നമ്മുടെ ആഖിറം എങ്ങനെയാകും, അള്ളാഹു നമ്മെ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് നമ്മെ തിരിച്ചു വിളിക്കുന്നത്. നമുക്കെതിരെ ശക്തമായ ശത്രുതയോടുകൂടി പിശാച് നമ്മുടെ വലിച്ചുകൊണ്ട് ദുർമാർഗത്തിലേക്ക് നയിക്കാൻ സന്നദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മോമിനീങ്ങളായതുകൊണ്ട് അവനെല്ലാം താഴ്ത്തി, അവന് പരാജയം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മിൽ നിന്നും അകന്നു പോവുകയാണ്. പക്ഷെ നമ്മൾ അവനുള്ളിലേക്ക് അടുക്കാൻ പോയാൽ പിന്നീട് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കാരണം ഇപ്പോൾ നമ്മൾ അള്ളാഹുവിൽ അടിയുറച്ചുകൊണ്ട് തൗഹീദിൽ
നിലയുറപ്പിക്കുന്നത് കൊണ്ട്, ഇസ്തിഖാമത്തുള്ളത് കൊണ്ട് പിശാച് നമ്മെ വിട്ടുകൊണ്ട് അകന്നു പോവുകയാണ്. പക്ഷേ നമ്മൾ അവനിലേക്ക് അടുത്താൽ, അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നതിന് പകരം പിശാചിലേക്ക് നമ്മൾ അടുത്താൽ അത് അപകടമാണ്. പിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനും തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് എല്ലാവിധത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചതുപോലെ ഇസ്തിഖാമത്ത്, ദീനിൽ അടിയുറച്ചു നിന്ന് തൗഹീദിലും അതുപോലെ തന്നെ ഇബാദത്തിലും കണിശമായി പാലിക്കുവാനും അങ്ങനെ അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും എന്തെങ്കിലും തരത്തിൽ ശിർക്ക് സംബന്ധമായോ ഇബാദത്തിന് വിഘ്നം വരുന്നതോ തൗഹീദിനെ പാളിച്ച സംഭവിക്കുന്നതോ ആയ എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ മനസ്സിലോ ശാരീരികമായോ സാമ്പത്തികമായോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് അത് നീ പൊറുത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.